കോപ്പറേറ്റീവ്സ് എന്ത് വലിയ ക്രൈസിസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നു കോപ്പറേറ്റീവിന്. റീസൺസ് ആർ മെനി. അത് തിരിച്ചു പിടിക്കാൻ ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തോ? ഞാനൊരു പ്രസിഡൻ്റാണ്, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം. ഓരോ ദിവസവും വിഡ്രോവലും ഡെപ്പോസിറ്റ് നമ്മളുള്ള വൈഡ് ചെയ്തു വരികയാണ് കേരളത്തിൽ. കേരള ബാങ്കിൽ പോലും, അത് ഷെഡ്യൂൾഡ് ബാങ്കാണല്ലോ, നിക്ഷേപിക്കാൻ ആളുകൾക്ക് വിഷമമുണ്ട്. അതാരാ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് ഈ കേരള ബാങ്ക് കൊണ്ടുവന്നു 13,000 മിസ്ലേനിയസ് അംഗങ്ങളുണ്ട്. അവർ മിക്കവരും അതിലൊരു 8,000 ആളും ഈ ക്രെഡിറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഇൻക്ലൂഡിങ് മീ. അവർക്കുള്ള OD ഫെസിലിറ്റി കട്ട് ചെയ്തു. ജില്ലാ ബാങ്ക് മീൻസ് കേരള ബാങ്കിന് OD ഫെസിലിറ്റി ഇല്ല. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ എനിക്ക് വളരെ പേഷ്യൻ്റ് ഹിയറിങ് തന്നു. അപ്പം തന്നെ അത് താഴേക്ക് കൊടുത്തു. അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, പക്ഷെ എനിക്ക് എപ്പോഴും പോയി ചോദിക്കാൻ പറ്റുമോ? അത് പണ്ടത്തെ ഫുട്ബോൾ കമൻട്രിയിൽ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ല. ഏത് അല്ലല്ല, അത് വളരെ സീരിയസ് ആയിട്ട് വിഷയമാണ്. വളരെ സീരിയസ് ആയി. ജേക്കബ്, ഡെഫിസിറ്റ് എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് ഇഷ്യൂ. എനിക്ക് തർക്കമില്ല. ആണല്ലോ. എന്ത് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്? ഈ പറയുന്ന മിസ്ലേനിയസ് സംഘങ്ങൾക്ക് ഓടി കൊടുപ്പിക്കാൻ, അതിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷ സംഘങ്ങളുമാണല്ലോ. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല? ഓടി അത് പണ്ട് കൊടുത്തവർക്ക് കൊടുത്താൽ മതി, പുതിയവർക്കൊന്നും കൊടുക്കണ്ട. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടായൊരു സംഘത്തിന് 2 കോടി ഓടി കൊടുക്കണമെന്ന് പറഞ്ഞു.